1932 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തണലിൽ വെറും 6 ഉദ്യോഗസ്ഥരും 19 സൈനികരും 4 പഴയ വിമാനങ്ങളുമായി തുടങ്ങിയ ഒരു ചെറിയ സേനയാണ് ഇന്ന് 93 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ വ്യോമശക്തിയായി മാറിയിരിക്കുന്നത്. ഇത് വെറുമൊരു വാർഷികാഘോഷമല്ല, മറിച്ച് പാകിസ്ഥാന്റെ നെഞ്ചളവിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മിന്നലാക്രമണങ്ങളിലൂടെ ഭാരതത്തിന്റെ ആകാശക്കരുത്ത് എന്താണെന്ന് ലോകത്തിനു മുന്നിൽ വരച്ചു കാട്ടിയ ദിനം കൂടിയാണ്. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ റഫാൽ, സുഖോയ് 13, MiG-29 തുടങ്ങിയ പോർ വിമാനങ്ങൾ അണിനിരുന്നപ്പോൾ അത് ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു താക്കീത് കൂടിയായി മാറും. പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവർ ഒരുമിച്ച് ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചത് ഇന്ത്യയുടെ 3 സേനകളും ഏത് നിമിഷവും എന്തിനും തയ്യാറാണ് എന്നതിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നു. 2025 മെയ് 7 ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ എഴുതപ്പെട്ട ദിനം കൂടിയായിരുന്നു ഇത്. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇത് വെറുമൊരു തിരിച്ചടി ആയിരുന്നില്ല, പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അവരുടെ ഭീകര താവളങ്ങളുടെ നെറുകയിൽ തീ കോരിയിട്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. വ്യോമസേന മേധാവി AP സിംഗ് പറഞ്ഞതുപോലെ കൃത്യമായ ആസൂത്രണവും കഠിനമായ പരിശീലനവും ഉറച്ച നിർവഹണവും കൊണ്ട് എന്ത് നേടാനാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9ഓളം താവളങ്ങൾ ഇന്ത്യ സേന തകർത്തെറിഞ്ഞു. റഫേൽ വിമാനങ്ങളിൽ നിന്നുള്ള സ്കാൽപ് മിസൈലുകളും ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും പാക് റഡാറുകളെ കബളിപ്പിച്ച് ലക്ഷ്യം ഭേദിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണ ശ്രമങ്ങളെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർക്കുകയും ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകളുടെയും തുർക്കി നിർമ്മിത ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ അതിർത്തിയിൽ നിന്ന് കണ്ടെടുത്തത് ഇന്ത്യയുടെ പ്രതിരോധ കോട്ട എത്രത്തോളം ശക്തമാണെന്ന് തെളിയിച്ചതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് അതിലെ വൈവിധ്യമാർന്ന പോർ വിമാനങ്ങളാണ്. ഓരോന്നിനും അതിന്റേതായ സവിശേഷതകളും ദൗത്യങ്ങളുമുണ്ട്. ഇതിൽ നിലവിലെ അത്യാധുനിക പോർ വിമാനം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് നിർമ്മിത റഫാൽ ആണവായുധം വഹിക്കാനും ഒരേ സമയം കരയിലും കടലിലും ആകാശത്തും പ്രഹരമേൽപ്പിക്കുവാനും കഴിവുള്ള യുദ്ധവിമാനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിന്റെ പങ്ക് നിർണായകമായിരുന്നു. 9 പതിറ്റാണ്ട് മുൻപ് വിരലിലെണ്ണാവുന്ന സൈനികരും ഏതാനും വിമാനങ്ങളുമായി തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇത് കേവലം ആയുധങ്ങളുടെയോ വിമാനങ്ങളുടെയോ എണ്ണത്തിലുള്ള വളർച്ചയല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചും ശത്രുവിന്റെ വെല്ലുവിളികളെ തകർത്തെറിഞ്ഞും നേടിയെടുത്ത ആയുധ സമ്പത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നിർണായക സൈനിക നീക്കങ്ങളിലൂടെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് നൽകുവാനും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുവാനും വ്യോമസേനയ്ക്ക് കഴിഞ്ഞിരുന്നു. റഫേൽ പോലുള്ള അത്യാധുനിക പോർ വിമാനങ്ങൾ സേനയുടെ ഭാഗമായതോടെ ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ആധിപത്യം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. രാജ്യത്തിന്റെ അതിരുകൾ കാക്കുവാനും ഏത് വെല്ലുവിളികളെയും നേരിടുവാനും സുസജ്ജമായി നിലകൊള്ളുന്ന ഇന്ത്യൻ വ്യോമസേന ഓരോ ഭാരതീയന്റെയും അഭിമാനവും സുരക്ഷയുമാണ്.